വീട്ടിലിരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ചെറുപ്പകാലത്തേക്ക് ഒന്ന് തിരിച്ചു പോയാലോ? 1950 മുതൽ 80 വരെ ജനിച്ചവർക്ക് ഇത് മനസ്സിലാകും. നാം പിന്നിട്ട വഴികൾ, നമ്മുടെ കൊച്ചു കേരളം എത്ര മനോഹരമായിരുന്നു. യഥാർത്ഥത്തിൽ അന്നായിരുന്നു ദൈവത്തിന്റെ സ്വന്തം നാട്. തെങ്ങുകൾക്കെല്ലാം തടമെടുത്ത് വളം ചെയ്യുമായിരുന്നു വർഷാവർഷം. അതിന്റെ നന്ദി എന്ന വണ്ണം തലപ്പിലേക്ക് കയറാൻ പോലും ആകാത്ത വിധം തിങ്ങിക്കായ്ച്ച് പ്രസാദിക്കുമായിരുന്നു അവ. മാസാമാസമുള്ള വിളവെടുപ്പ്. കിട്ടിയ തേങ്ങയിൽ വീട്ടാവശ്യത്തിനുള്ളതെടുത്ത് ബാക്കി ഉണക്കി കൊപ്രയാക്കി ആട്ടിയ വെളിച്ചെണ്ണ കൊണ്ടുവരുമ്പോൾ ആ പ്രദേശം മുഴുവൻ അറിയുമായിരുന്നു നാളികേര സുഗന്ധം. തൊഴുത്തിലെപ്പോഴും ഒരു പശുവിനെങ്കിലും കറവ ഉണ്ടാകുമായിരുന്നു. പാലും മോരും തൈരും വെണ്ണയും നെയ്യും അടുക്കളയിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കുമായിരുന്നു. നെല്ലും പയറും മുതിരയും ഉഴുന്നും ഊഴം പോലെ മുറ്റത്ത് കിടന്ന് ഉണങ്ങുമായിരുന്നു. പുരയിടങ്ങളിൽ അമ്മ നടുന്ന പച്ചക്കറിക്ക് വെള്ളമൊഴിക്കാനായി ഓടി നടക്കുന്ന അച്ഛൻ. ചെറിയ മൺപാത്രങ്ങളിൽ വെള്ളം തൂക്കി നിരനിരയായി ഞങ്ങൾ കുട്ടികൾ ചീരയെയും കൈപ്പയെയും വെണ്ടയെയും നനച്ചിരുന്നു. ഇടക്കൊക്കെ മൂക്കാത്ത വെള്ളരിയും വെണ്ടയും പൊട്ടിച്ചു വായിലാക്കിയിരിക്കും. വൈകുന്നേരം ഒരു പ്രധാന